എത്ര രൂപ മുതലാണ് ഈ ഒരു നഴ്സറിയിൽ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൈകളുടെ? ഈ നഴ്സറിയിലെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ₹1 മുതൽ ₹1,50,000 വരെ ചെടികൾ ഈ നഴ്സറിയിലുണ്ട്. ഈ ടൈപ്പ് പ്ലാവുകൾ നമ്മളൊരു 1.5 ലക്ഷത്തോളം പ്ലാവുകൾ ഒരു വർഷം ഉണ്ടാക്കി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. കൃഷിഭവൻ വഴി അല്ലാതെയും നഴ്സറികൾക്കുമായിട്ട് കൊടുക്കുന്നുണ്ട്. ദിവസം മാങ്ങയുണ്ട്. ഇത് മാവ് അണിയിരിക്കുന്ന മുഴുവനും അത് തന്നെയാണ് മാവും തൈകളിരിക്കുന്നത്. ചെറിയ വിലകൾ മാത്രമേ ഇതിനൊക്കെ ഉള്ളൂ. വിലക്കുറവിൽ തൈകൾ വിൽക്കുന്ന കോട്ടയത്തുള്ള നഴ്സറികൾ പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേരാണ് നമ്മുടെ ചാനൽ മെസ്സേജ് അയക്കുന്നത്. അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒത്തിരി വിശേഷങ്ങൾ ഈ ഒരു നഴ്സറിയെക്കുറിച്ച് പറയാനുണ്ട്. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. കോട്ടയം ജില്ലയിൽ നിന്ന് മാത്രമുള്ള 30ഓളം നഴ്സറിക്കാരാണ് ഈ ഒരു നഴ്സറിയിൽ നിന്നും പ്ലാന്റ്സുകൾ എടുത്ത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ വിലക്കുറവിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സന്തോഷ വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ 35 വർഷമായിട്ട് ഹോൾസെയിൽ ഫീൽഡിൽ നിൽക്കുന്ന ഈ നഴ്സറി ഇനി റീറ്റെയിൽ രംഗത്തും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹോൾസെയിൽ വിലകളിൽ തന്നെ റീറ്റെയിൽ ആയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നഴ്സറിയുടെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകും. ഒരുപാട് പേര് പറഞ്ഞറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു നഴ്സറി വിസിറ്റ് ചെയ്തത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത്രത്തോളം ഏരിയയിലാണ് ഈ ഒരു നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. കാരണം അത്രത്തോളം കളക്ഷൻ, ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ആവട്ടെ, ലാൻഡ്സ്കേപ്പിംഗ് ആവട്ടെ, ഏത് സെക്ഷനിലുള്ള പ്ലാന്റ്സ് ആയാലും ഈ ഒരു നഴ്സറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ ഇവിടെ വന്ന് കളക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വാൻ ഡെലിവറി സൗകര്യമുണ്ട്. പക്ഷേ അത് കുറച്ച് ബൾക്കായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് ഈ നഴ്സറി വിശേഷങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് നേരെ ഈ നഴ്സറിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഈ ഒരു നഴ്സറിയുടെ ഓണർ ഒന്ന് പരിചയപ്പെടണ്ടേ? ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ ഒരു നഴ്സറിയുടെ പേരും ലൊക്കേഷനൊക്കെ ഒന്ന് പറഞ്ഞേ. നഴ്സറിയുടെ പേര് ആനിമുട്ടൽ നഴ്സറി, കിടങ്ങൂർ, കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ വില്ലേജിൽ പെരയാർക്കരയിലാണ് ഈ നഴ്സറി. അതായത് കിടങ്ങൂർ പള്ളിക്കൽ നിന്നും 1.5 കിലോമീറ്റർ കൂടുതൽ റൂട്ടിൽ വരുമ്പോൾ നഴ്സറിയായി. ഇതൊരു ഹോൾസെയിൽ നഴ്സറിയാണോ അതോ റീറ്റെയിൽ നഴ്സറിയാണോ? ഇതൊരു ഹോൾസെയിൽ നഴ്സറിയാണ്. 30ഓളം നഴ്സറിക്കാർ ഇവിടുന്ന് സ്ഥിരമായി സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഒരു നഴ്സറി തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഈ ഒരു നഴ്സറി തുടങ്ങിയിട്ട് 35 വർഷമായി. 35 വർഷമായി. പക്ഷേ ഞാൻ ഇപ്പോൾ കേട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡ്, ഈ ഒരു പേര് ഇവിടെ എഴുതിയൊരു ബോർഡ് ഇവിടെ വെച്ചത് ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ? നഴ്സറി ഹോൾസെയിലാണ് ആൾക്കാർ കൊണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെക്കുറിച്ച് അറിയാം. അവർ വന്ന് സാധനങ്ങൾ കൊണ്ടുപോകണം. ഒരു ബോർഡിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. ആവശ്യം നമുക്കില്ലായിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ടൊരു കച്ചവടം ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് കച്ചവടം. പിന്നെ പുതിയ സിസ്റ്റങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്കാരെ റൂട്ട് മാപ്പൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ബോർഡ് വെച്ചതാണ്. അങ്ങനെ മാത്രം ചെയ്തതാണ് അല്ലേ? അപ്പോൾ പൊതുവേ ഹോൾസെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മളപ്പോൾ ഇനി റീറ്റെയിലേക്കും കൂടെ വരെയാണ്. റീറ്റെയിലേക്ക് ആൾക്കാർ വന്നാൽ കുറച്ച് നമ്മൾ കൊടുത്തു തുടങ്ങും. അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ആഗ്രഹം അല്ലേ? അപ്പോൾ നമുക്ക് ഇനി റീറ്റെയിലേഴ്സിനും ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. റീറ്റെയിലേഴ്സ് വന്നാൽ നമ്മൾ കൊടുക്കാതിരിക്കത്തില്ല. പൊതുവേ മറ്റു നഴ്സറികളെ അപേക്ഷിച്ച് ഇവിടെ വിലക്കുറവുണ്ടോ ഇല്ലയോ? റീറ്റെയിലേഴ്സ് വന്നാലും നമ്മൾ ഹോൾസെയിലിനേക്കാളും ചെറിയൊരു വേരിയേഷൻ മാത്രമേ വരുത്താറുള്ളൂ. നല്ല ലാഭത്തിനാണ് അവർക്ക് കിട്ടാറ്. അവർക്ക് നല്ല ലാഭത്തിൽ. കാരണം ഒറിജിനൽ സാധനം തന്നെ നമ്മൾ കിട്ടും. നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ഒറിജിനലാണ് നമുക്ക് ബോധ്യമുള്ളതിന് തരുന്നത്. അല്ലാണ്ട് മറ്റൊരാളുടെ സാധനം എടുത്തുകൊണ്ട് തന്നിട്ട് അത് അതിലൂടെ തട്ടിപ്പ് ജനങ്ങൾക്ക് ഉണ്ടാകുകയില്ല. സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിലല്ലേ എല്ലാം? അത്രയേ ഉള്ളൂ. എത്ര രൂപ മുതലാണ് ഈ ഒരു നഴ്സറിയിൽ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൈകളുടെ? ഈ നഴ്സറിയിലെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ₹1 മുതൽ ₹25,000 വരെ ചെടികൾ ഈ നഴ്സറിയിലുണ്ട്. അപ്പോൾ വരുന്ന അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് കൊടുക്കാൻ പറ്റില്ലേ? കൊടുക്കാനുള്ള സാധനങ്ങൾ നമുക്കുണ്ട്. ഓക്കെ. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കണം. ദൂരെ നിന്ന് വരുന്നവർക്ക് അതിൻ്റെതായ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്താണ് സന്തോഷിപ്പിച്ചാണ് വിടാറ് അല്ലേ? ഇതുവരെ എന്തായാലും കാര്യങ്ങളൊക്കെ ഹാപ്പിയായിട്ട് പോകണം. ഓക്കെ. ഈ ഒരു നഴ്സറിയിൽ ഞാൻ വന്നതിന് ശേഷം ഇവിടുത്തെ വിലകളും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി നല്ല വിലക്കുറവിലാണ്. ഞാൻ ഒരുപാട് പേര് പറഞ്ഞറിഞ്ഞാണ് ഈ ഒരു നഴ്സറി കണ്ടുപിടിച്ച് വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോർഡ് വെച്ചത് എനിക്ക് വലിയ ഉപകാരമായി, ഇല്ലെങ്കിൽ ഞാനും ചുറ്റിപ്പോയേനെ. അപ്പോൾ ഈ ഒരു നഴ്സറി വന്ന് ഇവിടുത്തെ വിലകളൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി നല്ല വിലക്കുറവിലാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ എല്ലാ പ്ലാന്റ്സിൻ്റെ ഒന്നും വിലകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്തായിട്ടാണ്? അതിൻ്റെ കാരണം ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോൾസെയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ റീറ്റെയിലിൽ ഒരു വില പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് ഹോൾസെയിലുകാരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് തീരും. അവരെ വേദനിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. അവരെ നമുക്ക് എപ്പോഴും ഉൾക്കൊണ്ടേ പാടുള്ളൂ. അവരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റുള്ളൂ. അതെ, അവരുടെ ബിസിനസ്സിനെ അവരുടെ ബിസിനസ്സിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റത്തില്ല. ഞാനൊരു വില കുറച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഉറപ്പ് തരാം, ഇതൊരു ശരിക്കും പറഞ്ഞാൽ നഴ്സറിക്കാർ ആശ്രയിക്കുന്ന ഒരു നഴ്സറിയാണ്. 35 വർഷമായിട്ട് ഹോൾസെയിൽ ആയിട്ട് നഴ്സറിക്കാർക്ക് കൊടുക്കുന്ന ചേട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ വിലകൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ശരിക്കും ഞാൻ ചെറിയൊരു ഐഡിയ തരാം. 50 രൂപ മുതലാണ് പ്ലാവുകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. മാവുകളുടെ വിലയായാലും 50 രൂപ മുതൽ എന്ന് പറഞ്ഞാൽ
ചെറിയ ബഡ്ജറ്റിൽ നഴ്സറിക്കാർക്ക് എടുത്ത് ഈ കവർ വലുതാക്കി അല്ലേ കവർ വലുതാക്കി അവർക്ക് സെയിൽ ചെയ്യാൻ കണക്കിന് ചെറിയ തൈകൾ മുതൽ എന്ന് പറഞ്ഞാൽ വരുന്ന ആളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള തൈകൾ ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിൻ്റെയും വില എടുത്ത് പറയാത്തത് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ആദ്യമേ പറഞ്ഞു അവർക്കൊന്നും ഒരു ഇത് വരരുത്. കാരണം ഇപ്പോഴാണ് റീറ്റെയിൽ ബിസിനസ്സിലേക്ക് ചേട്ടൻ വരുന്നത്, ഈ ഒരു വീഡിയോയിലൂടെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നാൾ നടന്ന ബിസിനസ്സുകാരെ അല്ലെങ്കിൽ കൂടെ നിന്നവരെ അല്ലേ അവരുടെ ബിസിനസ്സിനെ ബാധിക്കരുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം. ഇല്ലെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എല്ലാ ഡെലിവറി സൗകര്യം എല്ലാം ചെയ്ത് ഡെലിവറി പറഞ്ഞാൽ വാൻ ഡെലിവറിയാണ് പറയുന്നത്. അപ്പോൾ എല്ലാ സൗകര്യമുള്ള നഴ്സറി തന്നെയാണ്. ഇനി ഒരു സന്തോഷ വാർത്ത പറഞ്ഞു തരാം. വാഗമൺ റൂട്ടിലൊക്കെ പോകുന്നവർക്ക് ഇദ്ദേഹത്തിൻ്റെ നഴ്സറിയുടെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. അവിടെ മേരിഗിരി ആശുപത്രിയുടെ താഴത്ത് ഭരണങ്ങാനത്തിന് 1/2 കിലോമീറ്റർ ബാക്കിൽ മേരിഗിരി ആശുപത്രിയുടെ അവിടെ സെൻറ്റ് അൽഫോൺസ എന്ന് പറഞ്ഞ നഴ്സറി ഉണ്ട്. അത് എൻ്റെ സ്വന്തമാണ്. അതിനകത്ത് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നടത്തുനിന്ന് വന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഡിസ്കൗണ്ട് കൊടുത്താണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അവിടെ പർച്ചേസിന് വരുന്നവർക്ക് അല്ലേ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ടും കൂടെ കൊടുത്താണ് കൊടുക്കുന്നത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാഗമൺ റൂട്ടിൽ പോകുന്നവർക്കും ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഒരു ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും. അല്ല ശരിയല്ലേ? നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ചെടികളിലൊക്കെ കളക്ഷൻ ഒന്ന് കാണാം. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? പോവാം അങ്ങോട്ട്. റബ്ബറിന് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്ന ഏരിയ ആണ്. ഇതിൻ്റെ അകത്ത് റബ്ബർ തൈ ബഡ് ചെയ്ത് ആസാമിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആസാം, ത്രിപുര സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ ഇവിടുന്ന് റബ്ബർ തൈ കൊടുത്ത് വിടുന്നത്. ഇപ്പോൾ നാട്ടിൽ പൊതുവേ പ്ലാന്റിങ് കുറവായതുകൊണ്ട് മറ്റ് സ്റ്റേറ്റിലേക്കാണ് വിടുന്നത്. നമുക്ക് ഉദ്ദേശം ഒരു 3 ഏക്കറോളം സ്ഥലം നമ്മൾ റബ്ബർ തൈക്ക് വേണ്ടി തന്നെ മാറ്റിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 430, 105 ഈ വെറൈറ്റികളാണ് ചെയ്യുന്നത്. ബഡ്ഡിങ് ചെയ്യുന്നത് മുഴുവൻ ഹിന്ദിക്കാർ, ജാർഖണ്ഡ് സ്വദേശികളാണ് ബഡ്ഡിങ്ങുകാർ ഇപ്പോൾ ഉള്ളത്. കാരണം നേരത്തെ മലയാളികളായിരുന്നു, ഇപ്പോൾ മലയാളികളെ കിട്ടാനില്ലാണ്ടൊന്നപ്പം ജാർഖണ്ഡുകാരെ പഠിപ്പിച്ച് അവരാണ് ഇപ്പോൾ നമ്മളിവിടെ ബഡ്ഡിങ് ചെയ്യുന്നത്. വളരെ പ്രയോജനകരമാണ് അവരെ കൊണ്ട് ജയിക്കുമ്പോൾ. കാണുന്ന ഏരിയയ്ക്ക് അപ്പുറത്ത് അങ്ങാ സൈഡിലൂടെ ഒരു 2 ഏക്കർ സ്ഥലം കൂടി റബ്ബറിന് വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട്. റബ്ബർ തന്നെയാണ് അവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വിയറ്റ്നാം സൂപ്പർ ഏലയുടെ പ്ലാവ്. ഇതിന് 1.5 വർഷം പ്രായമേ ആയിട്ടുള്ളൂ. ഇതേപോലെയുള്ള തൈകളിൽ നിന്ന് ബഡ്വുഡ് എടുത്താണ് നമ്മൾ ചെയ്യുന്നത്, മരത്തിൽ നിന്നെടുത്ത്. ഇത് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡ്രമ്മിനകത്ത് വരെ വെച്ച് കായ്പ്പിക്കാവുന്ന ഒരിതാണ്. 2 നിലയുടെ മുകളിലൊക്കെ ആൾക്കാർ വെച്ച് കൃഷി ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ. ഇതിൻ്റെ ചക്ക വളരെ ടേസ്റ്റ് ഉള്ളതാണ്, നല്ല മധുരം ഉള്ളതാണ്. ഈ ടൈപ്പ് പ്ലാവുകൾ നമ്മളൊരു 1.5 ലക്ഷത്തോളം പ്ലാവുകൾ ഒരു വർഷം ഉണ്ടാക്കി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. കൃഷിഭവൻ വഴിയും അല്ലാതെയും നഴ്സറികൾക്കുമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് റംബുട്ടാൻ്റെ ബഡ്വുഡ്. ഇതിൽ നിന്നാണ് നമ്മൾ കമ്പെടുത്ത് ബഡ് ചെയ്യുന്നത്. N18 ആണ് വെറൈറ്റി. N18 ആണ് ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത്. അതിൻ്റെ കാരണം അതിൻ്റെ ഉള്ളിൽ സീഡ് വളരെ ചെറുതാണ്, മാംസം നന്നായിട്ട് കിട്ടും. അതുകൊണ്ട് എല്ലാവരും N18 ആണ് ഉപയോഗിക്കുന്നത്. അകത്ത് പുഴുവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. N18 ഇതെല്ലാം റംബുട്ടാൻ്റെ സീഡ്ലിങ്സ് ആണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് N18 എന്നുള്ള വെറൈറ്റിയാണ് ഇത് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞൊരു 45 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കെട്ടഴിക്കും. കെട്ടഴിച്ചിട്ട് 10 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് ഇത് മുറിച്ച് വിട്ട് ബഡ്ഡിൽ നിന്ന് മുളയ്ക്കുന്നതാണ് നമ്മൾ N18 തൈയായിട്ട് വിൽക്കുന്നത്. നമ്മുടെ നഴ്സറികളിലെ ആൾക്കാർ എപ്പോഴും വിളിച്ച് ചോദിക്കുന്നത് ചുമല ചക്ക ഉണ്ടെന്നുള്ളത്. അത് ഡെൻസൂരിയാണ് ഏറ്റവും നല്ലതായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഡെൻസൂരിക്കൊരു അപകടമുള്ളത് 5 വർഷം കൊണ്ട് അവൻ കായ്ക്കാൻ തുടങ്ങുള്ളൂ. ചക്കച്ചുളയ്ക്ക് ഭയങ്കര കട്ടിയും നല്ല ചോര നിറവാണ്. ഇതിന് ഭയങ്കര ടേസ്റ്റും നല്ല സ്മെല്ലുള്ള സാധനമാണ് ഡെൻസൂരിയ. പഴം ഒരു 10 ദിവസമായാലും അഴുകി പോവുകയില്ല. ഫൈബർ കണ്ടൻറ്റ് കൂടുതലുണ്ട് ഇതിന്. ഇതിവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ലുജീനിയയുടെ തൈകളാണ്. ഇതാദ്യം ചെറിയ കൂടയിൽ വെച്ച് വീണ്ടും വലുതാക്കി വരുന്നത്. ഇതിന് കൂടുതലും ആവശ്യക്കാരെ ലാൻഡ്സ്കേപ്പിംഗുകാരാണ്. ഇതിൻ്റെ കളർ അനുസരിച്ചാണ് അവർ വന്ന് ഇത് പ്രൊമോട്ട് ചെയ്ത് ഇതിൻ്റെ വിലയൊക്കെ നിശ്ചയിച്ചെടുക്കുന്നത്. അവർക്ക് വളരെ മിതമായ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതെന്തുമാത്രം വേണേലും എടുക്കുക. 1000 ഉണ്ടാക്കി നമുക്കിവിടെ ഉണ്ട്. വലുതും ഉണ്ട്, പല വലുപ്പത്തിൻ്റെ എണ്ണം കൂടി ഉണ്ട്. ഇത് J33 എന്ന് പറയുന്നൊരു വെറൈറ്റി പ്ലാവാണ്. ഇത് കൂടുതലും കൃഷിഭവൻകാരൊക്കെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്ലാവാണ്. ഇത് 3 വർഷം കൊണ്ടേ കായ്ക്കുകയുള്ളൂ. ഇതിന് വില സ്റ്റാർട്ട് ചെയ്യുന്നത് 100 100 രൂപ മുതൽ മുകളിലേക്കാണ് തുടങ്ങുന്നത്. വലുപ്പം അനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കും. ഇത് സിന്ദൂരം പ്ലാവാണ്. ഇത് 3 വർഷം കൊണ്ടേ കായ്ക്കുകയുള്ളൂ. ഇതിന് ഇഷ്ടംപോലെ ആൾക്കാർ എൻക്വയറി ഉള്ളൊരു പ്ലാവാണ്. നല്ല ചക്കയാണ്, വേവിക്കാനും വറക്കാനും ഒക്കെ നല്ല ചക്കയാണ്. ഇത് സീഡ് ഫ്രീ പ്ലാവാണ്. കായ്ക്കാൻ സമയമെടുക്കും. ഇതിൻ്റെ ചുളയും ചകിണിയും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കൂഞ്ഞിൽ മാത്രം അരിഞ്ഞ് കളഞ്ഞാൽ മതി, പുറന്തുണ്ടും.
ഇത് സിയോൺ എന്ന് പറയുന്നൊരു പ്ലാവാണ്. ഇത് ഞാൻ തന്നെ ഇതിൻ്റെ ബഡ് കമ്പ് കണ്ടുപിടിച്ച് ഈ നാട്ടിലെ തന്നെ ഒരു പ്ലാവിൻ്റെ അടുത്ത് ചെയ്തതാണ്. ഇതിനൊരു 30 കിലോ വരെ ചക്കയ്ക്ക് തൂക്കം വരുന്നുണ്ട്. ഇതിന് ആൾക്കാർ നല്ല എൻക്വയറി ഉള്ള ഒരു പ്ലാവാണ്. ചക്കയുടെ ചുള നല്ല ചുമലയാണ്. ഇതിൻ്റെ ചകിണി വരെ ഉപയോഗിക്കുന്നതിന് നല്ലതാണ്. റംബൂട്ടാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബഡ് ചെയ്തതിന് ശേഷം. ഇതിൻ്റെ സീഡും ബഡ്വുഡും മണ്ണും എല്ലാം ഇവിടുത്തെ തന്നെയാണ്. വേറെ പുറത്തുനിന്നൊരു പ്ലാസ്റ്റിക് കവർ മാത്രമേ പുറത്തുനിന്നുള്ളൂ. ഇതൊരു 15 ദിവസം കഴിഞ്ഞാൽ വിൽക്കാറായി കിട്ടും. ഇത് കേരശ്രീ എന്ന് പറയുന്ന തെങ്ങാണ്. 3.5 വർഷം കൊണ്ട് കായ്ക്കും. കേരള സർക്കാർ ഇറക്കിയതിൽപ്പെട്ട ഒരു തെങ്ങാണ്. ഇത് ഫിലോസാൻ തൈകളാണ്, സാധാ തൈ. ഇതിൽ ഇവിടുന്ന് തന്നെ ഫിലോസാൻ്റെ ബഡ്വുഡ് എടുത്ത് ബഡ് ചെയ്യാനുള്ളതാണ്. ബഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൈക്ക് 350 രൂപ ആവറേജ് വിലയുള്ള ഒരു വെറൈറ്റിയാണ്. ഈ കാണുന്ന കൂടെക്കകത്തല്ല ഈ വർഷത്തെ ചക്കക്കുരു നമ്മളിട്ടിരിക്കുന്നതാണ്. ഇത് കിളുത്ത് 3 മാസം കൊണ്ട് നമുക്ക് ബഡ് ചെയ്യാറാകും. അതിൻ്റെ അകത്ത് സൂപ്പർ എയർലിയാണ്, വിയറ്റ്നാം സൂപ്പർ എയർലിയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. ഇത് ലുജീനിയയുടെ തൈകളാണ്. കസ്റ്റമറുടെ ആവശ്യാനുസരണം വലിപ്പ ചെറുപ്പം അനുസരിച്ചുള്ള അതായത് വിലകൾക്കുള്ള ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇത് പൂച്ചപ്പഴമാണ്, ക്യാറ്റ് ഫ്രൂട്ട് എന്ന് പറയും. വീട് വഴിയൊക്കെ വെക്കാനായിട്ട് നല്ലതാണ്. പണ്ട് കാലത്ത് തോട്ടുകടയിലൊക്കെ ഉണ്ടായ സാധനമാണ്. പക്ഷേ ക്യാറ്റ് ഫ്രൂട്ട് നല്ല ചെറിയ വെളുത്ത പഴമാണ്. ഇത് മെലസ്റ്റോമ എന്ന് പറയുന്ന ഇലച്ചെടിയാണ്, ഒരു പൂവുള്ള ചെടിയാണ് മെലസ്റ്റോമ. നമ്മുടെ പഴയ കോളമ്പി പൂവിൻ്റെ സാധനം. അതും വലിപ്പച്ചെറുപ്പം അനുസരിച്ച് എൻ്റെ വില വരും. ഇത് ലുജീനിയയുടെ ഏറ്റവും ചെറിയ തൈയാണ്. ലുജീനിയയുടെ ഏറ്റവും ചെറിയ തൈക്ക് 25 രൂപ മുതൽ വില തുടങ്ങും. ഇത് ബോട്ടിൽ ബുഷ് എന്ന് പറയുന്നത് വീട്ടുകാരൊക്കെ വീടിൻ്റെ അടുക്കള ഭാഗത്തൊക്കെ നടുന്നതാണ്. ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. ഇത് ഇല തിരുമ്മി കഴിയുമ്പോൾ അതിന് പ്രത്യേക സ്മെല്ലുണ്ട്. വളരെ നല്ല ഇതാണ്. വീട്ടിലൊരെണ്ണം നടുന്നൊരു ഐശ്വര്യമാണ്. ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഇത് മെലസ്റ്റോമ തന്നെ ഇരിക്കുന്ന. ഇത് ബോട്ടിൽ ബുഷ് മണത്തിനുള്ള. ഇത് ലുജീനിയയുടെ ഏറ്റവും ചെറിയ തൈ, 10 രൂപ മാത്രം വില അതിനുള്ളൂ. ഈ ഇരിക്കുന്ന മുഴുവൻ മെലസ്റ്റോമയുടെ തൈകളാണ്. വലിപ്പച്ചെറുപ്പം അനുസരിച്ചാണ് അതിൻ്റെ വില. ഇഷ്ടംപോലെ ആൾക്കാർക്ക് 100-200 എത്ര വെള്ളം എടുക്കാൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്, പുറത്തുനിന്ന് കൊണ്ടുവരുന്നൊന്നുമല്ല. ഇത് മിനിയേച്ചർ ചെത്തി, ഇതിന് നിസ്സാര വില മാത്രമേ ഇവിടെയുള്ളൂ. ഇതിവിടെ ഉണ്ടാക്കിയത് തന്നെ ആയതുകൊണ്ട് വളരെ വിലക്കുറവാണ്. ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇത് ഒടിച്ചു കുത്തിയ നാരകം, വീടുകളിലൊക്കെ എപ്പോഴും കാണുന്ന, എപ്പോഴും അച്ചാറിടാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഒടിച്ചു കുത്തിയ നാരകം. പിന്നെ ചെറിയ വിലകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ടാക്കുന്നതുകൊണ്ട്. ഇത് ഓൾ സീസൺ മാവാണ്. ഒരടി പൊക്കം പോലെ ഇതിന് കായ്ച്ചുകൊണ്ടിരിക്കും. 365 ദിവസം ഇതിൽ മാങ്ങയുണ്ട്. ഇത് മാവാണ്. ഈ ഇരിക്കുന്ന മുഴുവനും അത് തന്നെയാണ് മാവും തൈകളിരിക്കുന്നത്. ചെറിയ വിലകൾ മാത്രമേ ഇതിനൊക്കെ ഉള്ളൂ. ഇത് മെലസ്റ്റോമയുടെ ഞങ്ങൾ കട്ടിങ്സ് എടുക്കുന്ന മാതൃവൃക്ഷമാണ്. ഇതിൻ്റെ 20 രൂപ മുതലുള്ള തൈകൾ ഇഷ്ടംപോലെ ഉണ്ട്. പല റേഞ്ചിൽ 20 മുതൽ 100, 150 അങ്ങനെ അതിൻ്റെ വലുപ്പം അനുസരിച്ചാണ് ഇതിൻ്റെ വില. ഇതിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് മുഴുവൻ പേരയുടെ വെറൈറ്റിയാണ്. ഇതിൻ്റെ അകത്ത് ലളിത്തിപ്പേരയുണ്ട്, കിലോ പേരയുണ്ട്, അർഗ ഗ്രീൻ പേരയുണ്ട്. ഇതിനെല്ലാം ചെറുപ്പം പോലെ കായ ഉണ്ടാകുന്ന സാധനമാണ്. ഇതൊക്കെ ചെറിയ വിലകൾ മാത്രമേ ഇവിടെയുള്ളൂ. ഇതൊരു കുടച്ചെത്തിയുടെ വെറൈറ്റിയാണ്. ഇതൊരു 2 മാസം കൊണ്ട് കഴിഞ്ഞാൽ നിറച്ച് പൂവാകും, കൊല കുത്തി പൂ വരും. ചിലപ്പോൾ പൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞാൽ നിറച്ച് പൂവായിക്കോളും. ഇത് കാട്ടിയാതി ബഡ് ചെയ്ത് അതിൽ നിന്ന് മുള വന്നുകൊണ്ടിരിക്കുന്നതാണ്. മുളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ 45 ഡിഗ്രി ചെരുവിൽ അടുക്കി വെക്കും. മുളച്ചതിന് ശേഷം ഇത് നിവർത്തി വെക്കും നുവരാൻ വേണ്ടി. 2 സ്റ്റെപ്പ് നിർത്തി ചെയ്ത് കട്ട് ചെയ്യുകയുള്ളൂ. കാട്ടിയാതിയിലാണ് നമ്മൾ ബഡ് ചെയ്യുന്നത്. കാട്ടിയാതി തന്നെ ഇത് എടുത്തിരിക്കുന്ന കൊരങ്ങാട്ടി എന്ന് പറയുന്നൊരു വെറൈറ്റിയിലാണ് നമ്മളിപ്പോൾ ഇത് ബഡ് ചെയ്തിരിക്കുന്നത്. അതിനാകുമ്പോൾ തായ്വേര് കൂടുതലുണ്ട്, വേനൽക്കാലത്ത് ഉണക്ക് ബാധിക്കുകയില്ല, അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഇതിലുണ്ട്. ഇത് കുളമ്പ് മാവാണ്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ല മാവാണ്. ഏത് ജില്ലയിലും കായ്ക്കും. സാധാരണ ഇതിൽ എല്ലാ മാവും എല്ലാ ജില്ലയിലും കായ്ക്കുന്നതല്ല. കുളമ്പ് എല്ലാ ജില്ലയിലും കായ്ക്കുകയും ചെയ്യും. അതിന് വിള്ളലോ പൂപ്പലോ ഒന്നും ഉണ്ടാകത്തില്ല. അണ്ടിയിലകത്ത് പുഴുവൊന്നുമില്ല. ഇതൊരു 1.5-2 വർഷം കൊണ്ട് എനിക്ക് കായ്ച്ചിട്ടുണ്ട്. അതിൻ്റെ ബഡ്വുഡ് എടുത്താണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആയിരക്കണക്കിന് മാവ് ഇവിടെ നമുക്ക് ഇരിപ്പുണ്ട്. ഇത് കോശ്ശേരി മാവാണ്. ഇവിടെ തന്നെ ബഡ് ചെയ്യുന്നതാണ്. ഇത് ഒരു 2 കിലോ ഒരു മാങ്ങ വരുന്നതാണ്. പഴുത്ത് പാകമായി വരണമെങ്കിൽ ജൂലൈ ആകും. ഇതൊരു അബ്യുവിൻ്റെ മരമാണ്. ഇത് 2 വർഷമേ ആയിട്ടുള്ളൂ. ഇതിൽ നിറച്ച് കായ്ക്കുന്നതാണ്. ഇതിൻ്റെ തൈകൾ നമുക്ക് ഇഷ്ടംപോലെ കൊടുക്കാനുണ്ട്. ഇതിൽ നിന്നുണ്ടാക്കിയത് കൊണ്ട് വേറെ ഉണ്ട്. ജെയിൻ്റാണ് ഇതിൻ്റെ വെറൈറ്റി. ഇതെല്ലാം വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ പ്ലാവൻ തൈകളാണ്. ഇതിൻ്റെ വില തുടങ്ങുന്നത് 50 രൂപയിലാണ് തുടങ്ങുന്നത്. വലിപ്പം അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. 1.5 വർഷം കൊണ്ട് ചക്കയാവും. ഇതൊരു 5 വർഷം മുമ്പ് വെച്ച ഡെൻസൂരിയ പ്ലാവാണ്. ഇതിൽ വർഷത്തിലൊരു 3 പ്രാവശ്യമെങ്കിലും ചക്ക നിറന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരു 10 കിലോ ആവറേജ് ചക്കയ്ക്ക് തൂക്കം വരുന്നുണ്ട്. ഫൈബർ കണ്ടൻറ്റ് നന്നായിട്ടുണ്ട്. പഴുത്തൊരു 10 ദിവസത്തേക്ക് ഇരുന്നാലും അഴുകി പോകത്തില്ല. നല്ല ചക്കയാണ്. ഇത് നമ്മൾ മാവ് ബഡ് ചെയ്തിട്ട് 40 ദിവസമായപ്പോൾ മണ്ടഭാഗം മുറിച്ചു എടുത്തു വെച്ചു. ഇനിയൊരു 5-6 ദിവസം കഴിയുമ്പോൾ ഇതെടുത്ത് നമ്മൾ ഷെഡിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ഇവിടുന്ന് മുള തള്ളിയതിന് ശേഷമേ പ്ലാസ്റ്റിക് നമ്മൾ അഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ വേനലായതുകൊണ്ട് സൈഡ് ഭാഗം കേടായിപ്പോവും. ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് ബഡ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 40 ദിവസമായപ്പോൾ കട്ട് ചെയ്ത്. ഈ കാലാവസ്ഥ ചൂടധികം കാരണം നമ്മൾ പ്ലാസ്റ്റിക് അഴിച്ചിട്ടില്ല. പ്ലാസ്റ്റിക് അഴിക്കണം ഇനി ഒരു 10 ദിവസം കഴിയുമ്പോഴേ നമ്മൾ പ്ലാസ്റ്റിക് അഴിക്കുകയുള്ളൂ. ഈ കാണുന്ന മുഴുവൻ ചെമ്പടാക്കാണ്. ചെമ്പടാക്ക് ആഞ്ഞിലിയുടെയും പ്ലാവിൻ്റെയും മീഡിയം വരും. ഇതിൻ്റെ വലിപ്പം നല്ല ടേസ്റ്റുള്ളതാണ്, നല്ല മധുരമുള്ളതാണ്. ഇതൊരു 3 വർഷം കഴിയുമ്പോൾ കായ്ക്കും. ഇത് മുഴുവൻ ഇലഞ്ഞിത്തൈകളാണ്. പള്ളിയുടെയും അമ്പലത്തിൻ്റെയൊക്കെ സ്കൂളിൻ്റെയൊക്കെ മുറ്റത്ത് നടാൻ വേണ്ടി ആൾക്കാർ കൂടുതൽ കൊണ്ടുപോകുന്നുണ്ട്. ഗാർഡൻ സെറ്റിങ്ങുകാരും കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ പല വലുപ്പത്തിലുള്ള തൈകൾ നമുക്കിവിടെ ഉണ്ട്, ഇലഞ്ഞിത്തൈകൾ. ഇത് മുഴുവനും ഊതിൻ്റെ തൈകളാണ്.
ഊത് അത്രയ്ക്ക് ആകുന്ന മരമാണ്. അത് വെച്ച് 7 കൊല്ലം കഴിയുമ്പോൾ ട്രീറ്റ് ചെയ്യണം, എന്നാലേ ഇതിനകത്ത് ഊതാവുള്ളൂ. ഇപ്പോൾ അതിനൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ ചെറിയ വിലയെ ഈ തൈകൾക്കുള്ളൂ, ആവശ്യക്കാർ വരിക. ഇത് തൃപ്പലിയാണ്. ഇതിൽ കൊടി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന് കൂടുതൽ വേരുള്ളതുകൊണ്ട് കൊടിക്ക് കൂടുതൽ ആരോഗ്യവും വളർച്ചയും കിട്ടും, കൂടുതൽ കായ്ഫലം ഉണ്ടാവും. ഇത് നഴ്സറിയുടെ വേറൊരു ഭാഗമാണ്. ഇവിടെ നമുക്ക് അധികം വെയിൽ പറ്റാത്ത സാധനങ്ങളാണ് ഇവിടെ വെക്കാറുള്ളത്. ഒരു റബ്ബർ തോട്ടത്തിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് റബ്ബർ ടാപ്പിംഗ് നടക്കുക, അതിന് പ്രശ്നമില്ല. നമുക്ക് അതിനോടൊക്കെ അതിൻ്റെ ഇടവേളയായിട്ട് ഈ സാധനം കൃഷി ചെയ്യുന്നതാണ്. ഈ റെഡ് ഫാം നമ്മൾ ഇവിടെ തന്നെ സീഡ് പാകി മുളപ്പിച്ച് വിൽക്കുന്നതാണ്. ഓരോ ടൈമിലും ഇതിൻ്റെ കൂടെ മാറി വലിപ്പപ്പെടുത്തി എടുക്കുന്നു. ഇവിടെ കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത് മാംഗോസിൻ റെഡ് ഫാം. ഇതിന് രണ്ടിനും ചെറിയ ഷെയ്ഡ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ പറമ്പിൽ മാത്രമേ. അഥവാ ഇത് വെള്ളപ്പൊക്കം ഉണ്ടായാലും ഇതിനെ ബാധിക്കുന്നതല്ല. ഇത് മൂടിപ്പോയാലും ഈ സാധനത്തിൻ്റെ ഒരു കേടും വരുന്നതല്ല. അതുകൊണ്ടാണ് ഇവിടെ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ചെറിയ ഷെയ്ഡിൽ ഇരുന്നിട്ട് തന്നെ തണ്ടിന് നല്ല ചുവപ്പ് കളർ ആരംഭിച്ചു. അപ്പോൾ നല്ല വെറൈറ്റി ആണെന്നുള്ളതിൻ്റെയാണ് ഈ ചുവപ്പ് തെളിഞ്ഞ് കാണുന്നത്. ഈ ഇത്ര ഷെയ്ഡിൽ തന്നെ നല്ലതായിട്ട്. ഇത് കൂടുതലായിട്ടും വിറ്റ് വരുന്ന ആന്ധ്രയിലേക്കാണ് പോണത്. ആന്ധ്രയെ രാജമന്ദിരത്തിലേക്കാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അവർ ഫുള്ളോട് കൊണ്ടുപോകും ഇവിടുന്ന്. ഇതും മാംഗോസിനും അങ്ങോട്ടാണ് കൂടുതലായിട്ടും കൊണ്ടുപോകുന്നത്. ഇത് യെല്ലോ ഫാമാണ്. ഇത് നമ്മൾ നട്ട് കഴിയുമ്പോൾ വളരെ തിക്കായിട്ട് വരുന്നൊരു ചെടിയാണ്. ഇത് കൂടുതലും നട്ട് വരുന്നത് പെട്രോൾ പമ്പിൽ ഒരെണ്ണം, അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പുറത്തായിട്ട് വെക്കുക. ഇതിൻ്റെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. ഈ കാണുന്ന മുഴുവൻ മാംഗോസിൻ്റെ തൈകളാണ്. ഒരു 2.5-3 വർഷത്തോളം പ്രായം ഇതിനായിട്ടുണ്ട്. ചെറിയ തൈകൾ നമ്മൾ കൂടുതലാക്കി ചെറിയ കൂടയ്ക്കകത്ത് വീണ്ടും വലുതാക്കി വീണ്ടും വലുതാക്കി ആക്കി നിർത്തിയിരിക്കുന്നതാണ്. ഇനി ഇതൊരു 3 വർഷമോടെ കഴിഞ്ഞാൽ ഇത് കായ്ക്കും. ഇതിന് ബ്രാഞ്ചസ് ആയതാണ്. ഇത് ചെറിയ ഷെയ്ഡിൽ നിൽക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ റബ്ബർ തോട്ടത്തിൽ ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പഴം കുടംപുളിയുടെ ഷേപ്പുള്ളൊരു പഴമാണ്, പഴങ്ങളുടെ രാജ്ഞിയാണ്. ഇത് റെഡ് ഫാമിൻ്റെ ചെറിയ തൈയാണ്. നമ്മളിത് കൂടയിൽ പാകിയിട്ട് ഇപ്പോൾ പറഞ്ഞ 1 വർഷത്തോളമായി. ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് 15 രൂപയ്ക്കാണ് ചെറുതായി കൊടുക്കുന്നത്. സാമ്പത്തികം കുറവുള്ളവർ ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ലൈനിൽ നട്ട് ഒരു വർഷം കൊണ്ട് സാധാരണ ഇപ്പോൾ കൂടെ കണ്ട വലിയ തൈയുടെ അത്ര വലുപ്പത്തിലാവും. മണ്ണിലേക്ക് ചെല്ലുമ്പോൾ ഇതിന് വളർച്ച കൂടുതലാവും. ഈ ചെടികൾ കൂടുതലായിട്ടും കൊണ്ടുവന്ന നഴ്സറിക്കാരാണ്. അവർ 10,000 വീതം കൊണ്ടുപോയിട്ട് അവർ കൂടെ മാറിയിട്ട് 1 വർഷം 2 വർഷം കഴിയുമ്പോൾ അവർ വില കൂട്ടി അവർ വിൽക്കും. ഇത് മൽപ്പീജിയ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതുകൊണ്ടാണ് ആൾ രൂപങ്ങളും പക്ഷികളെ ഇംഗ്ലീഷ് അക്ഷരങ്ങളെ എല്ലാം ഉണ്ടാക്കുന്ന മൽപ്പീജിയയിലാണ്. കമ്പി വെൽഡ് ചെയ്തിട്ട് അതിൽ കയറ്റിവിടെ വളർത്തുന്നതാണ്. തണൽമരം ആവശ്യമുള്ളവർക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ പേര് ഐസ്ക്രീം ബീനാണ്. ഇത് നട്ടാൽ നല്ല ബുഷായിട്ട് ആൽമരം വരെ വളർന്ന് നല്ല പന്തലിച്ച് വരും. ഇതിൽ തണലിനോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ഫലങ്ങൾ കിട്ടും. ബീൻസ് പയർ പോലത്തെ ഒരു പയറാണ് ഇതിലുണ്ടാകുന്നത്. ഇതിൻ്റെ പഴം ഐസ്ക്രീം മാതിരി ഇരിക്കും. ഇതിനകത്ത് ഉള്ളു പൊളിച്ച് കഴിഞ്ഞാൽ ബീൻസ് പയർ പോലെയാണ് ഇതിൻ്റെ ഷേപ്പ് ആദ്യം ഉണ്ടായി വരുന്നത്. 3-4 പരിപ്പ് ഇതിനകത്ത് കാണും. ഇത് ന്യൂ ഗോൾഡൻ ബാമ്പുവാണ്. ഇതിന് നാട്ടിൽ നല്ല വിലയുള്ളതാണ്. ഒരു 10 പൊക്കത്തിൽ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. പുതിയ വീടുകളൊക്കെ പണിയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിരത്തി വെക്കുന്നൊരു ചെടിയാണ്. ഇത് ന്യൂ വെരിഗേറ്റഡ് ബാമ്പു എന്ന് പറയുന്നതാണ്. വീടുകളുടെ ഫ്രണ്ടിൽ വെക്കാനും ഗാർഡൻ സെറ്റിംഗുകാരെ കൊണ്ടുപോകുന്ന ചെടി. ഇവിടെ നിന്നാകുമ്പോൾ വളരെ വിലക്കുറവുണ്ട്. ഫോക്സെയിൽ പല വലുപ്പത്തിലുണ്ട്. 250 പോലെ പല വലുപ്പത്തിൽ നമുക്ക് 1000, 2000 അങ്ങനെ അതിൻ്റെ റേഞ്ച് അനുസരിച്ച് ഈ ഫോക്സെയിലുണ്ട്. ഇത് മൾട്ടിപ്ലക്സ് ബാമ്പുവാണ്. വീടിനൊക്കെ അലങ്കാരമായിട്ട് വെക്കുന്നതും ചട്ടിക്കകത്ത് വെക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് മൾട്ടിപ്ലക്സ് ബാമ്പു. ബുഷായിട്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും വരുത്താം. ഇത് ന്യൂ ഗോൾഡൻ ബാമ്പുവിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. കവർ സൈസ് 15-16 കവറാണ്. നല്ല ഗ്രോത്തുള്ള നല്ല ചെടിയാണ്. കാട്ടിയാദികൾ ബഡ് പിടിച്ച് കഴിയുമ്പോൾ മുറിച്ച് വിട്ടെങ്കിൽ നമ്മൾ ലൈനിൽ വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് 45 ഡിഗ്രി ചെരിച്ചിട്ടെങ്കിൽ മാത്രമേ ഇത് മുള തള്ളുള്ളൂ. അപ്പോൾ ഇത് ചാണകവെള്ളം ഒഴിക്കാൻ വേണ്ടി മാത്രമേ ഇപ്പോൾ നിവർത്തി വെച്ചിരിക്കുന്നതാണ്. അതിന് ശേഷം നമ്മൾ ചെരിച്ചിടും. ഇത് ഈ കാണുന്ന മുഴുവൻ കുറ്റ്യാടി തെങ്ങുകൾ കൂടുതൽ പാകി വെച്ചിരിക്കുന്നതാണ്. കുറ്റ്യാടി തെങ്ങിനാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണമുള്ളത്. ചെമ്പഞ്ചെല്ലിയുടെ ശല്യങ്ങൾ വളരെ കുറവുണ്ട്. അതുകൊണ്ട് ആൾക്കാർ കൂടുതലും പ്രിഫറൻസ് ചെയ്യുന്നത് ചെമ്പഞ്ചെല്ലിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കുറ്റ്യാടി തെങ്ങാണ് കൂടുതലായിട്ടും വെക്കുന്നത്. മറ്റ് തെങ്ങുകൾക്കെന്ന് പറഞ്ഞാൽ ചെമ്പഞ്ചെല്ലി ആക്രമണം കൂടുതലാണ്. കൂടുതലായിട്ട് നമ്മൾ ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കിടക്കുന്നത് കുറ്റ്യാടി മാത്രമല്ല, നമുക്ക് എല്ലാവിധ തെങ്ങുകളും ഉണ്ട്. ഗംഗാബോണ്ടമുണ്ട്, DNDT ഉണ്ട്, മലേഷ്യൻ കുള്ളനുണ്ട്, കേരശ്രീ ഉണ്ട്. അങ്ങനെ എല്ലാവിധ തെങ്ങുകളും നമുക്കുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ കേട് കുറഞ്ഞത് കുറ്റ്യാടിക്കാണ്. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും കുറ്റ്യാടി അന്വേഷിക്കുന്നത്. കായ്ക്കാൻ 5 വർഷം എടുക്കുമെന്ന് മാത്രം. കാണുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ നിൽക്കുന്നത് കാട്ടുജാതിയാണ്. ഇതിലാണ് നമ്മൾ ബഡ് ചെയ്ത് സാധാരണ ഓരോ വെറൈറ്റി ജാതികൾ ബഡ് ചെയ്തെടുക്കുന്നത്. പെൺജാതി. കാരണം കാട്ടുജാതിയിൽ നമ്മളിത് കുരങ്ങാട്ടി എന്ന് പറയുന്ന ഇനമാണ് ഇതിനകത്ത്. കാട്ടുജാതി തന്നെ പല ഇനങ്ങൾ. അതിൽ കുരങ്ങാട്ടിയാണ് നമ്മൾ പാകാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ തായ്വേര് കൂടുതലുണ്ട്, വളർച്ച കൂടുതൽ കിട്ടും. ഇത് മുഴുവൻ ബർമാത്തേക്ക് നമ്മൾ കൂടയിൽ വെച്ചിരിക്കുന്നതാണ്. ബർമയിൽ നിന്ന് കൊണ്ടുവരുന്ന സ്റ്റമ്പാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് വളർച്ച കൂടുതൽ കിട്ടും. നമ്മുടെ നാടൻതേക്ക് നിലമ്പൂരത്തേക്ക് 25 വർഷം കൊണ്ടാകുന്നത് ഇത് 15 വർഷം കൊണ്ട് അത്ര വളർച്ച വരും. ആവറേജ് അതിന് ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി. ഗ്രെയിൻസിനൊന്നും യാതൊരു കുറവുമില്ല. മറ്റേപോലെ തന്നെ ഗ്രെയിൻസും ഉണ്ട്. ഇത് നാട്ടിൽ പെരുമരം എന്ന് പറയുന്ന പൊങ്ങല്യം എന്ന് പറഞ്ഞ തൈയാണിത്. ഇതിൻ്റെ ആൾക്കാർ നേരത്തെ നമുക്ക് നടാൻ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് മരങ്ങളൊന്നും നമുക്കില്ലായിരുന്നു. നമ്മളന്ന് എല്ലാവരും വീടിൻ്റെ അതിർവഴിയും പറമ്പിൻ്റെ അതിരിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പൊങ്കല്യം. തീപ്പെട്ടിക്ക് മാത്രമേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അന്ന് കാലത്തെ.
ഇപ്പോൾ എൻ്റെ തൈ ഇഷ്ടംപോലെ നമുക്കിവിടെ കൊടുക്കാനുണ്ട്. ഇത് ഫെർക്കുറിയ എന്ന് പറയുന്നൊരു ഇലച്ചെടിയാണ്. ഇത് വീട്ടിലെ ഗേറ്റിൻ്റെ വാതിക്കലൊക്കെ വെക്കാൻ നല്ലതാണ്. ഒരു 12 വർഷമാകുമ്പോൾ ഇതിനകത്ത് നടക്കുന്നൊരു കൊല വരും. അതിൽ നിന്നുണ്ടാകുന്ന തൈകളാണ് വീണ്ടും ഉണ്ടാകുന്നത്. 12 വർഷം കഴിയുമ്പോഴത്തേ ഇതിൻ്റെ ആയുസ് തീരും. വീണ്ടും വേണമെങ്കിൽ അടുത്ത ചെടി വെക്കണം. നല്ല വളർച്ച വരുന്ന ഒരു ചെടിയാണ്. ഇത് നിലമ്പൂർ തേക്കിൻ തൈകളാണ്. നമ്മൾ നിലമ്പൂരിൽ നിന്ന് വിത്ത് കൊണ്ടുവന്ന് പാകി കിളിപ്പിച്ച് അതിൻ്റെ സ്റ്റമ്പെടുത്ത് നടന്നതാണ്. ഇതിപ്പോൾ ഏകദേശം നമുക്കൊരു 6 മാസം പ്രായം ഇതിന് ആയിട്ടുള്ളൂ. ഇതിപ്പോൾ കൊടുക്കാൻ പാകത്തിനാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ തൈ നമ്മൾ കൊടുക്കുന്നത് 20 രൂപ. ഈ ഒരു ഇത്രയും വലിപ്പമുള്ള തൈക്ക് 20 രൂപ മാത്രമേ ഉള്ളൂ നിലമ്പൂരത്തേക്ക്. ഇത് മുഴുവൻ കാസർഗോഡൻ കവുങ്ങൻ തൈകളാണ്. കാസർഗോഡൻ കവുങ്ങൻ തൈ എന്ന് പറഞ്ഞാൽ നനയുടെ ആവശ്യമില്ല, നനയില്ലെങ്കിലും കായ്ച്ചോളും. നനയുണ്ടെങ്കിൽ ബെറ്ററെന്ന് മാത്രം. ഇതിന് ലൈഫ് കൂടുതലുണ്ട്, ഹൈറ്റ് കൂടുതൽ വെക്കും. ഇപ്പം ഹൈറ്റ് കൂടുതൽ വെച്ചാലും പറിക്കാൻ മെഷീൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കാസർഗോഡിന് ആൾക്കാർ കൂടുതലും സെലക്ട് ചെയ്യുന്ന ഇതാണ്. ഇത് വിലയൊക്കെ ഇവിടെ വളരെ കുറവേ ഉള്ളൂ. 25 മുകളിൽ വിലയ്ക്ക് അതിൻ്റെ വിലയുള്ളൂ. കൂടെ വലുപ്പം തൈയുടെ വലുപ്പം അനുസരിച്ചാണ് വില കൂടുന്നത്. ഈ ലൈൻ കാണുന്നത് മുഴുവൻ നമുക്ക് മോഹിത് നഗർ കമുകാണ്. ഇതിന് കായ്ഫലം കൂടുതലുണ്ട്. ഒരു 3.5 വർഷം ആകുമ്പോഴത്തേക്കും കായ്ക്കും. ഇത് ആസാമിൽ മോഹിത് നഗർ എന്ന് പറയുന്നിടത്താണ് സ്ഥലത്തു നിന്നാണ് ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത്. ഇതിന് അത്യാവശ്യം കേട് വളരെ കുറവുണ്ട് മറ്റുള്ള കമുകിനെ ഉപേക്ഷിച്ച്. ഈ ഭാഗത്ത് കാണുന്ന മുഴുവൻ ഇന്ദ്രമംഗള എന്ന് പറയുന്ന കമുകാണ്. പക്ഷേ അതിന് കമുകിനധികം ആയുസൊന്നും കാണത്തില്ല. എല്ലാവരും അത് പെട്ടെന്ന് കായ്ക്കുന്നതുകൊണ്ട് ആൾക്കാർ കൂടുതൽ അത് വെക്കാൻ താല്പര്യപ്പെടുന്നു. കേട് കൂടാൻ സാധ്യതയുള്ളൊരു കമുകാണ്. എല്ലാ ചെടിയുടെയും പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഇതാണ്. ഇങ്ങനെ ചെറുതായിട്ട് കൂടയ്ക്കകത്ത് ഉണ്ടാക്കി ചേമ്പറിൽ വെച്ച് 50 ദിവസം വരെയൊക്കെ നിർത്തി കഴിയുമ്പോൾ ഇതിനകത്തൂടെ വേറിറങ്ങുന്ന സമയത്താണ് നമ്മളിത് ഇനി മാറ്റി മറ്റു കൂടുതലിട്ടാകും. ഇത് മുറയ്യ എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇത് വളർന്നു വന്നാൽ ആവറേജ് 250 രൂപ വരെ ഈ ചെടിക്ക് വിലയുള്ളതാണ്. മൽപ്പീസി എന്ന് പറഞ്ഞ ചെടിയിൽ തീർത്ത ഒരു ശ്രീരൂപമാണിത്. നമസ്തേ ലേഡി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ ഒരു 3 വർഷത്തിന് മേളിൽ ഇതിന് പഴക്കം ചെന്നിട്ടുണ്ട്. ഇത് കമ്പി നമ്മൾ വെൽഡ് ചെയ്തതിന് ശേഷം മൽപ്പീസിയ എന്ന് പറഞ്ഞ ചെടി ഇതിൽ നട്ട് വളർത്തി ഈ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇത് തിക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഈ ഉണ്ടായി വരുന്ന മുളകൾ ഇതിനകത്തോട്ട് കുത്തി വെച്ചുകൊണ്ടിരിക്കും. അഥവാ നമുക്ക് ഇത്രയും തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കത്രിക കൊണ്ട് കണ്ടിച്ചു വിടുക. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതലും വിറ്റ് വരുന്ന പുതിയ വീടുകൾ പണിയുമ്പോൾ ലാൻഡ്സ്കേപ്പിംഗുകാർ കൊണ്ടുപോയി അതിനകത്ത് വെക്കാനും, പിന്നെ പുതിയ ബാർ ഹോട്ടല്, പെട്രോൾ പമ്പ്, സ്കൂള് അങ്ങനെയുള്ളിടത്താണ് ഇതിന് കൂടുതലായിട്ട് ആൾക്കാർ ചെയ്യുന്നിരിക്കുന്നത്. അതുപോലെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവരുടെ സ്കൂളിൻ്റെ പേര്, നമ്പർ ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡറിൽ എഴുതിയിട്ട് അതാണ് ഇതിൽ കൂടുതലും വെക്കുന്നത്. ഇതുകൊണ്ട് നമ്മളൊരു 10-60 ഷേപ്പിലുള്ള സാധനങ്ങൾ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് ഒന്ന് നമസ്തേ ലേഡി, സ്പ്രിങ്, കൂജ, കൊക്ക്, ബോള്, പിന്നെ ജിറാഫി, അങ്ങനെ പല ഇതുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുളമ്പ് മാവാണ്. ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ട് കായ്ക്കുന്ന ഒരു മാവാണ്. നല്ല മധുരമുള്ള പഴമാണ്. ഇതിനകത്ത് പുഴുവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല. ഒരു 2-2.5 വർഷം കൊണ്ട് നമുക്ക് സുഖമായിട്ട് കായ്ച്ച് കിട്ടും. ഇത് 2.5 വർഷം മാത്രം പ്രായമുള്ളൊരു മാവാണ്. ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ തൈകൾ നമ്മൾ ഉണ്ടാക്കി നമുക്ക് വിൽക്കാൻ അവൈലബിൾ ആയിട്ടുണ്ട്. എത്ര തൈകൾ വേണമെങ്കിലും ഇതിൽ നിന്ന് തന്നെ നമ്മൾ ബഡ്വുഡ് എടുത്ത് കട്ട് ചെയ്ത് ഇതൊക്കെ കട്ട് ചെയ്ത് ഇതിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ തൈകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു 2 വർഷം അല്ലെ 2.5 വർഷം കൊണ്ട് നമുക്ക് പൂത്ത് കായായി വരും. ഇത് കാലാപ്പാടി മാവാണ്. ഇതൊരു 2.5 വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന നല്ല വേലേറുണ്ടെങ്കിൽ ഏത് മാവും 2 വർഷം കൊണ്ടൊക്കെ കായ്ക്കും. ഇതിന് നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുളമ്പിനേക്കാളും കുറച്ചുകൂടെ നല്ല ടേസ്റ്റുള്ളൊരു മാവാണ് കാലാപ്പാടി. ഇത് പൊതുവെ എല്ലാവരും അറിയപ്പെടുന്നൊരു മാവാണ്. ഇത് ബഡ് പിടുത്തം പാടാണ്. കാരണം നമ്മൾ 100 എണ്ണം ചെയ്താൽ 50-60 എണ്ണമൊക്കെ കിട്ടാറുള്ളൂ. അതുകൊണ്ട് നഴ്സറിക്കാർ ഇതിന് പൊതുവെ ഇച്ചിരി വില കൂട്ടിയാണ് മേടിക്കുന്നത് ഈ മാവിന്. കുളമ്പിൻ്റെ അത്ര ഇതിന് എണ്ണം പിടിക്കത്തില്ല. ഇത് നമ്മൾ നേരത്തെ കണ്ട കുളമ്പിൻ്റെ വേറെ 2 എണ്ണം ഒരുമിച്ച് ഞങ്ങൾ നട്ടതാണ്. ഒരേ കമ്പിയിൽ നിന്ന് എടുത്ത് ബഡ് ചെയ്ത് നട്ടതാണ്. ഇതിൻ്റെയാണ് നമ്മൾ ബഡ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഇത് വിൽക്കാർ ഭാഗമായിട്ടുണ്ട്. ചെറിയ വലിയ തൈകൾക്കൊക്കെ ഉള്ളൂ. ഇത് ഇമാം പ്രസന്ത് എന്ന് പറയുന്നൊരു മാവാണ്. കാര്യം ഇത് വടക്കേന്ത്യയിലുള്ളതാണെങ്കിൽ തന്നെയും പക്ഷെ നമ്മുടെ ഇവിടെയും കായ്ക്കുന്നുണ്ട്. പലരും കായ്ക്കുന്നില്ല എന്ന് പറയും. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. മാങ്ങ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊട്ടിക്കറിയൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥയുടെ ആയിരിക്കാം. പൊതുവേ നല്ലൊരു മാവാണ്. പഴം നല്ല ടേസ്റ്റാണ് ഇമാം പ്രസന്ത്. ഇതിൻ്റെയും തൈകൾ നമുക്ക് അവൈലബിളാണ് ഇവിടെ കൊടുക്കാൻ. ഇത് കോട്ടർക്കോണം എന്ന് പറയുന്ന മാവാണ്. തിരുവനന്തപുരം സൈഡിലൊക്കെ കൂടുതലായിട്ട് വിറ്റ് വരുന്ന ഒരു മാവാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നല്ലതായിട്ട് കായ്ക്കുന്നുണ്ട്. ഇതിൻ്റെയും തൈ നമുക്കിവിടെ അവൈലബിളാണ്. ഇത് മൊസാമ്പിയുടെ ഒരു മിനി മൊസാമ്പി എന്ന് പറയുന്നൊരു ചെടിയാണ്. പക്ഷേ ചെറുപ്പത്തിലേ നിറച്ച് കായാണ്. എല്ലാ സീസണിലും ഇത് കായ്ച്ചുകൊണ്ട് ഏത് സമയത്ത് നോക്കിയാലും ഇതിൽ കായ ഉണ്ടാവും. മിനി മൊസാമ്പി. മറ്റേ സാധാരണ മൊസാമ്പി എല്ലാ സമയത്തും കായ്ക്കത്തില്ല. ഇതാകുമ്പം എല്ലാ സമയത്തും കായ്ക്കുന്ന ഒരിതാണ് മിനി മൊസാമ്പി. വെള്ളം കുടിക്കാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വിലയും വളരെ കുറവാണ്. ഇത് ഇസ്രായേൽ ഓറഞ്ചാണ്. ഇസ്രായേൽ ഓറഞ്ച്. ഇത് ഓറഞ്ച് വളരെ ചെറുതാണ്. പക്ഷേ ഓറഞ്ചിൻ്റെ ടേസ്റ്റാണ് ഇത് വെള്ളം കുടിക്കാൻ ഇത് പൊളിച്ച് തിന്നാൻ മാത്രമല്ല, വെള്ളം കുടിക്കാൻ നല്ല ഇതാണ് ഇസ്രായേൽ ഓറഞ്ച്. ഇഷ്ടംപോലെ മരം വലുതാകുമ്പോൾ നിറച്ച് കായ്ക്കുക ഏത് സമയത്തും ഉണ്ടാവും. ഇത് ഇസ്രായേൽ അത്തിയാണ്.
എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരിതാണ്. നിലവിൽ ആൾക്കാർ കൂടുതൽ വാങ്ങിക്കുന്നതാണ്. നമ്മുടെ കാലാവസ്ഥ എല്ലാ സമയത്തും തന്നെ കായ്ക്കും. ഇതിന് പ്രത്യേക ഒരു സീസണോ അങ്ങനെയൊന്നുമില്ല, എപ്പോഴും കായ്ക്കുന്നതാണ്. ഇത് ബേറാപ്പിൾ റെഡാണ്. എല്ലാ സമയത്തും തന്നെ ഇതിൽ പൂവും കായും ഉണ്ട്. ഒക്കെ നമ്മുടെ വീട്ടിലൊരെണ്ണമുണ്ടെങ്കിൽ എപ്പോഴും പറിച്ചിടാം. അല്ലാത്ത സാധാ ബേറാപ്പിൾ ആണെങ്കിൽ അതിന് മുള്ള് കാണും. ഇതിന് മുള്ളൊന്നുമില്ല. ബേറാപ്പിൾ റെഡ് എന്ന് പറയുന്നതിന് മുള്ളില്ലാത്തൊരു. ഇതിനകത്ത് കൂടുതൽ ഇൻഡോർ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇത് അലവേറ റെഡാണ്, മെഡിസിൻ പ്ലാന്റ് ആണ്. തലമുടി ഇല്ലാത്തവരൊക്കെ ഇത് മേടിച്ച് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്, എണ്ണ കാച്ചാൻ വേണ്ടി അലവേറ റെഡ് എന്ന് പറയുന്നത്. ഇത് അഗ്രോണിമയുടെ തന്നെ വേറൊരു ടൈപ്പാണ്, ചുമല. ഇതിന് വളർന്നു വന്നാൽ 600 രൂപ വരെ വിലയുള്ളതാണ്. ഇത് ബെർക്കിൻ എന്ന് പറയുന്ന സാധനമാണ്, ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. ഇത് അഗ്രോണിമയുടെ റെഡ് ആയി വരാനുള്ളതാണിത്. ഇത് അഗ്രോണിമ റെട്ടോൻഡം എന്ന് പറയുന്ന സ്നോ വൈറ്റ് എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇത് CTC ഗോൾഡ് എന്ന് പറയുന്നത്, CTC റെഡ്. ഇത് മരാണ്ട എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇൻഡോറാണ്, എത്ര നാളകത്തിരുന്നാലും കേടുവരുന്നതല്ല. ഇത് മുഴുവൻ ഓർക്കിഡിൻ്റെയാണ്. ഓർക്കിഡ് പൂത്തിട്ടില്ല, പൂത്ത് വരുന്നേ ഉള്ളൂ. ഇത് CTC ചോക്ലേറ്റ് ആണ്. ഇത് CTC ഗോൾഡാണ്, CTC റെഡ്. ഇങ്ങനെ ഓരോന്നും തിരിഞ്ഞു വരും. ഇത് നമുക്കിവിടെയുള്ള മുരിഞ്ഞ തൈകൾ, ചന്ദനത്തിൻ്റെ തൈകൾ, രക്തചന്ദനം. പിന്നെ ഇത് ഐവി എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇത് ഐവി ഭിത്തിവഴിയൊക്കെ നമ്മൾ കയറ്റി വിടുന്ന ചെവിയെ. ഇത് കലാത്തിയുടെ ഫാമിലിപ്പെട്ടതാണ് ഇതെല്ലാം. ഇതിനെല്ലാം നമുക്ക് ഇത് മുളയെടുത്ത് അകത്തി മാറ്റി നടാൻ പറ്റുന്നൊരു ഇതാണ് കലാത്തിയ പെട്ട. ഇത് സ്നോ വൈറ്റ് ആണ്. അത് അഗ്രോണിമ ബട്ടർഫ്ലൈ എന്ന് പറയുന്നതാണ്. ഇത് ട്രിസീനിയ ലെമൺ എന്ന് പറയുന്ന ഒരു ഇൻഡോർ വെക്കുന്ന നല്ല ചെടിയാണ്, ബുഷായി വരുന്നത് ട്രിസീനിയ ലെമൺ. ഇത് ദുരിയാൻ്റെ സീഡ് എടുത്ത് ഇവിടെ പാകിയതാണ്. പക്ഷേ ഇതിന് ശകലം പോലും മണം, സാധാരണ ദുരിയാൻ ഭയങ്കര മണമുള്ളതാണ്. പക്ഷേ ഈ ദുരിയാന് ശകലം പോലും മണമില്ലാത്തതുകൊണ്ട് നമ്മളിത് കളക്ട് ചെയ്തത് പാകിയതാണ്. ഇതിന് ഒരു 6-ആം വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന് ഇൽഡ് കിട്ടും. ഒരു 3 കിലോ വരെ തൂക്കം ഇതിന് വന്നായിരുന്നു ഈ സാധനത്തിന് നമ്മൾ മേടിക്കുമ്പോൾ. നല്ലൊരു വെറൈറ്റിയാണ്. സാധാരണ എല്ലാത്തിനും ഭയങ്കര മണം കാരണം ആരും ഉപയോഗിക്കത്തില്ല. ഇത് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ലാത്ത ദുരിയാൻ്റെ തൈയാണ്. ചെറിയ വില ഇതിനൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടുത്തെ പുതിയ ട്രെൻഡുള്ള അബിയു എന്ന് പറയുന്ന പഴത്തിൻ്റെ തൈകളാണ്. ഇതൊരു 2 വർഷം കൊണ്ട് നമുക്ക് കായ്ക്കും. ഇത് അബിയു ജൈൻ്റാണ്. നമുക്ക് ഏറ്റവും നല്ല മധുരം തരുന്ന ഒരിതാണ് ഇതിൻ്റെ തൈകൾ. ഇതെല്ലാം ഇത് പറയണോ, ഇത് കാട്ടിയാതി തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് റബ്ബർ പ്ലാന്റ് എന്ന് പറയുന്ന ഇൻഡോർ പ്ലാന്റ് ആണ്, അകത്ത് വെക്കുന്ന മെഷീനിലൊക്കെ വെക്കുന്ന സാധനം. ഇത് ട്രെസീനിയ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഇൻഡോർ ചെടിയാണ്. ഇതിന് ഒരു പ്ലാസ്റ്റിക് ലുക്കാണ്, മുറിക്കകത്തൊക്കെ ഒരു നല്ല തിളക്കം വരും. ഒരു നമുക്കൊരു ഓഫീസ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. ഇത് കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന ചെടിയാണ്, വെളിയിൽ വെക്കുന്നതാണ്. മതിലിനോടൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതിലൊരു നല്ല പൂവുണ്ടാകും. ഇതിൻ്റെ ഇല കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. കലാത്തിയ ലൂട്ടിയ എന്നാണ് പറയുന്നത്. കൂടുതൽ ആൾക്കാരിത് അടുപ്പിച്ചടുപ്പിച്ച് നടണം, എന്നാലേ അതിനൊരു ലുക്ക് വരത്തുള്ളൂ. ഇത് ബുഷ് പെപ്പറാണ്. ബുഷ് പെപ്പർ നമുക്ക് ഉപയോഗം എന്ന് വെച്ചാൽ വീടുകളിൽ 2-3 ചട്ടി ഉണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ എല്ലാ ആവശ്യങ്ങൾക്കുള്ള മുളക് അവിടെ നിന്ന് കിട്ടും. ഇപ്പം തന്നെ ഇതിൽ നമുക്ക് കായ നന്നായിട്ടുണ്ട്. ഇതുപോലെ ഓരോന്ന് അന്നേരം പഴുക്കുന്ന നമ്മൾ പറിച്ചെടുത്ത് നമ്മൾ ഉപയോഗിച്ചാൽ മതിയാവും. എല്ലാ വീട്ടിലും തന്നെ ഇപ്പോൾ എല്ലാ ആൾക്കാരും വാങ്ങിച്ച് നടന്നതാണ്. പിന്നെ കൃഷിഭവൻകാരെല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഇത് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും നല്ല വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. കടപ്പളാവ്. ഈ കടപ്പളാവ് നമുക്ക് 2-ാം വർഷം കായ്ക്കും. ഇത് ലെയർ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഇച്ചിരി വലുപ്പപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. വലുതായി കഴിയുമ്പോഴത്തേക്കും ഇവിടെ തന്നെ കൂടയ്ക്കകത്ത് തന്നെ പലപ്പോഴും കായ്ക്കാറുണ്ട്. നല്ല ഒരു വെറൈറ്റിയാണ്. എണ്ണമയം പോലെ നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ നല്ല എണ്ണ പോലെ ആയി എത്തിയിരുന്നത്. ഇത് മട്ടവ എന്ന് പറയുന്നൊരു പഴമാണ്. ഒരു 3 വർഷം കൊണ്ടേ കായ്ക്കുള്ളൂ. മരത്തിൻ്റെ ഒരു അത്യാവശ്യം നല്ല ഹൈറ്റും വളർച്ചയും നല്ല വിശറി പോലെ നല്ല റൗണ്ടിൽ നിൽക്കും മരം. പക്ഷേ കായ് എന്ന് പറഞ്ഞാൽ ഒരു കൊലയിൽ 10-50 കാ വീതം ഉണ്ടാകും. കൊലക്ക് ഇപ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. റംബുട്ടാൻ്റെക്കാളും കുറച്ചുകൂടെ നീളം കുറഞ്ഞൊരു പഴമാണ്. റംബുട്ടാൻ്റെ പോലെ തന്നെ തൊലി പൊളിച്ച് കഴിയുമ്പോൾ അകത്ത് പരിപ്പും വെള്ള മാംസമായിട്ടുള്ള മട്ടോവ എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. റംബുട്ടാനേക്കാളും ടേസ്റ്റുള്ളൊരു പഴമാണ്. ഇത് സലാക്ക് എന്ന് പറഞ്ഞൊരു മരമാണ്. ഇത് ഇതിൻ്റെ 3 സൈഡും ഇങ്ങനെ മുള്ളായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് പഴം ഉണ്ടായി വരണമെങ്കിൽ സമയമെടുക്കും. 3-4 വർഷം പിടിച്ചാലേ എടുക്കുള്ളൂ. പക്ഷേ ആൾക്കാർക്ക് അടുത്തെടുക്കാൻ പറ്റത്തില്ല. തോട്ടിക്കണ്ടി ചെത്തിയാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പഴം ഭയങ്കര ടേസ്റ്റും ഗുണമുള്ളതാണ്. ഇത് ജംബോട്ടിക്കയുടെ റെഡാണ്. ഇത് 2-ാം വർഷം കായ്ക്കും. നല്ല ടേസ്റ്റുള്ള ഈ മുന്തിരി പോലെ തന്നെ ഇരിക്കുന്നൊരു പഴമാണ് ജംബോട്ടിക്ക. ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് 2 വർഷം കൊണ്ട് ഇതിനെ കായ്ക്കും. ഇതിൽ നമ്മളൊരു മുന്തിരിയുടെ അത്ര മണ്ണമില്ല, അതിനേക്കാളും ചെറിയൊരു പഴം, നല്ല അകത്ത് കറുത്ത നിറമുള്ള പ്ലമ്മാണ് ഇതിനകത്ത് കിട്ടുന്നത്. നല്ല മധുരമായിട്ടിരിക്കുന്ന സാധനം. ഇത് ചന്ദനത്തിൻ്റെ തൈയാണ്. ഇതിപ്പോൾ സർക്കാർ നടുന്നതിന് പ്രശ്നമില്ലാത്തതുകൊണ്ട് സർക്കാരൊക്കെ വിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് തൈ ഉണ്ടെങ്കിൽ സർക്കാരിൽ അറിയിച്ചാൽ അവർ വന്ന് വിറ്റ് തരും. ഇതിൻ്റെ തൈകളിൽ 50 രൂപ മുകളിലേക്ക് ഇഷ്ടംപോലെ തൈകൾ നമുക്ക് അവൈലബിളാണ്. ഇത് മലവേപ്പ് എന്ന് പറയുന്ന തൈയാണ്.
ആൾക്കാർ കൂടുതലായിട്ട് ഇപ്പോൾ പ്ലാന്റ് ചെയ്യുന്ന ആയിരക്കണക്കിന് തൈകൾ ഓരോരുത്തരും പ്ലാന്റ് ചെയ്യുന്നതാണ്. റബ്ബർ തോട്ടങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും മലവേപ്പാണ് വെക്കുന്നത്. ഇത് വെറും പാഴുതടിയാണ്. പക്ഷേ അതിന് പഴുതടിയുടെ വില വെച്ച് നോക്കുമ്പോൾ മറ്റേതിനേക്കാളും വളരെ ലാഭകരമാണ്. ഇത് പ്ലൈവുഡിനകത്തും തീപ്പെട്ടിക്കകത്തും അരയ്ക്കാനും ഒക്കെ എടുക്കുന്ന ഒരു മരമാണ്. 6 വർഷം ഒക്കെ മതി ശരാശരി വളർച്ച ഉണ്ടെങ്കിൽ വെട്ടി വിൽക്കാൻ വേണ്ടി. ഇത് നിക്കോഡിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. എല്ലാ കാലാവസ്ഥയിലും ഇതിന് പൂവുണ്ടായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പൂവെന്ന് പറയുന്നൊരു വയലറ്റ് നിറമുള്ള പൂവാണ്. ഇത് വളരെ അത്യാവശ്യം വിലയുള്ള ഒരു ചെടി തന്നെയാണ്. ഇത് പക്ഷേ ഗാർഡൻ സെറ്റിങ്ങുകാരെല്ലാം നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു ചെടിയാണ്. ഇത് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇതിന് മഞ്ഞ് പോലെയായിട്ട് തരും. മഞ്ഞിങ്ങനെ ഗോളായിട്ട് വരുന്ന പോലെയാണ് ഇതിനൊരു നമ്മൾ വെളുപ്പിനെയൊക്കെ നോക്കുമ്പം പൂവില്ലാത്തൊരു സമയത്ത്. ഇപ്പോൾ ഇതിലെല്ലാത്തിനും ഫ്ലവറിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ ലീഫിലും. ഇത് മുറയ്യ ഫ്ലവറിങ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിലെപ്പോഴും മുട്ടും പൂവായിക്കൊണ്ടിരിക്കും, ഇലയും പച്ചപ്പ്. അപ്പോൾ പെട്ടെന്ന് വളരെയല്ല, ഇത് വളരണമെങ്കിൽ ഒത്തിരി താമസം എടുക്കും. കുറേശ്ശെ വളർന്നു വരുന്നൊരു ചെടിയാണ്. ഇത് തെർമനാലിയ അല്ലെങ്കിൽ തെർമൽ മെറ്റാലിക് വൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഇതിന് ഈ ചെടിക്ക് അത്യാവശ്യം വിലയുള്ളൊരു ചെടിയാണ്. ഇതൊരു വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷങ്ങൾ കൊണ്ടേ ആവുള്ളൂ. ഇതിൻ്റെ ഒരു ഇല നീണ്ട് വരണേ തന്നെ മാസങ്ങളെടുക്കും, ഒരു ഇലയുടെ ഒരു ഞെട്ടടന്ന് പോയിട്ട് വരണമെങ്കിൽ. അപ്പോൾ വർഷങ്ങൾ കൊണ്ടേ ഇതിനൊരു 10 വർഷത്തെങ്കിലും വളർച്ച കാണും ഇപ്പോൾ ഇതിന്. അപ്പം ഇത് നല്ലൊരു ചെടിയാണ് നമുക്ക് വെക്കാനായിട്ട്. ഇതിൻ്റെ തന്നെ ചെറുതൈകൾ നമുക്ക് ചെറിയ വിലയിൽ കൊടുക്കാണ്ട് ഇതിൻ്റെ തന്നെ ചെറിയ ചെടികൾ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്.